ആസ്ട്രോ ഹീലിംഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ നിങ്ങൾ പ്രതികരിക്കുന്നത് നിർത്തിയ നിമിഷം മുതൽ നിങ്ങളുടെ ചുറ്റുമുണ്ടായിരുന്ന എനർജിയിൽ മാറ്റങ്ങൾ സംഭവിച്ചതായിട്ട് കാണാം. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ശ്രദ്ധയും പ്രതികരണവുമാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ നിങ്ങളുടെ നിശബ്ദതയാണ് നിങ്ങൾ അവർക്ക് നൽകിയത്. അത് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇപ്പോഴെന്ത് ചെയ്യണമെന്ന് ഈ ഒരു വ്യക്തിക്ക് അറിയാനും സാധിക്കുന്നില്ല, അവർക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇപ്പോഴും നിങ്ങൾ അവരുടെ എനർജിയെ ചേസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ പിന്തുടർന്ന് പോകുന്നില്ല. കാരണം നിങ്ങളുടെ ഇമോഷൻസിൻ്റെ, നിങ്ങളുടെയും ഒക്കെ കൺട്രോള് നിങ്ങളുടെ കൈകളിലാണ് ഇപ്പോഴുള്ളത്. എന്നാൽ മറുവശത്ത് അവർക്ക് നിങ്ങളുടെ എനർജിയുടെ ഒരു ഒബ്സഷൻ അല്ലെങ്കിൽ ഒരു ആകർഷണം തോന്നുകയാണ്. ഇന്ന് നിങ്ങൾ ഒരുപാട് ദൂരം പിന്നിട്ടിരിക്കുകയാണ്. നിങ്ങളിന്ന് അനുഭവിക്കുന്ന ഈ ഒരു സമാധാനം അല്ലെങ്കിൽ ഈ ഒരു ശാന്തി ഒന്നും തന്നെ നിങ്ങളെ എളുപ്പത്തിൽ നേടിയെടുത്തതല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിച്ചതല്ല. നിങ്ങളുടെ ഉള്ളിലെ ശക്തി, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നതായിട്ടുള്ള ഓരോ പരീക്ഷണവും അതിജീവിച്ച് രൂപപ്പെട്ടതാണ്. നിങ്ങളുടെ വിവേകവും പക്വതയും ജീവിതാനുഭവങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചതാണ്. ഇവിടെ കാർഡ്സ് പറയുന്നത് ഇനി നിങ്ങൾ പഴയ ആ എനർജിയിലല്ല നിൽക്കുന്നത് എന്നാണ്. നിങ്ങൾ നേടിയെടുത്ത നിങ്ങളുടെ ആ ഒരു പക്വതയും ആത്മവിശ്വാസം തന്നെയാണ് ഇന്ന് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ കൂടുതൽ ബുദ്ധിമാനായ ഒരു വ്യക്തിയായി മാറിയിട്ടുണ്ട്. നിങ്ങൾ അനുഭവിച്ചതും ചെയ്തതും പറഞ്ഞതും കേട്ടതും വിശ്വസിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ചോദ്യം ചെയ്ത ഒരുപാട് രാത്രികളുണ്ടായിരുന്നു. നിങ്ങളെപ്പോലും നിങ്ങളെ തന്നെ നിങ്ങൾ സംശയിച്ച് നിങ്ങൾ കരഞ്ഞ ഒരുപാട് രാത്രികളുണ്ടായിരുന്നു. ഹൃദയം പൊട്ടി നിശബ്ദമായി കരഞ്ഞ നിമിഷങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് കാണാം. എന്താണ് സത്യം? എന്തിനെനിക്ക് മാത്രം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നറിയാനായിട്ട് നിങ്ങൾ പലവട്ടം പല ഉത്തരങ്ങൾ തേടിയതായിട്ട് കാണാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നതായിട്ടുള്ള ഓരോ അനുഭവങ്ങളും നിങ്ങൾക്ക് കൂടുതൽ വ്യക്തത നൽകിയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ആത്മബലം ലഭിച്ചതായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. ഇന്ന് നിങ്ങളിലുള്ള ഈ ഒരു വിവേകവും ഉൾക്കാഴ്ചയും ഒക്കെ ആ ഒരു യാത്രയുടെ ഫലമാണ്. ഇവിടെ കാർഡ്സ് പറയുന്നത് നിങ്ങളുടെ സോൾ ഇപ്പോൾ പഴയതിനേക്കാൾ കൂടുതൽ സ്ട്രോങ് ആണ് എന്നാണ്. നിങ്ങൾക്ക് പല വ്യക്തികളെ കുറിച്ചിട്ടുള്ള ഒരു വ്യക്തമായിട്ടുള്ള ബോധ്യം ഇതിനകം ഉണ്ടായിട്ടുണ്ട് എന്നിവിടെ കാണാം. ഒരുപാട് തവണ നിങ്ങൾ തളർന്ന് വീണപ്പോഴും നിങ്ങളെ തളർത്തിയപ്പോഴും അവിടെ നിന്നും എഴുന്നേറ്റ് വീണ്ടും മുന്നോട്ട് പോകാനാണ് നിങ്ങൾ ശ്രമിച്ചത്. അതുപോലെ നിങ്ങൾ പിന്നിട്ട യാത്രകൾ നിങ്ങളെ ആഴത്തിൽ മാറ്റിമറിച്ചു എന്ന് കാണുന്നുണ്ട്. സമയം കഴിഞ്ഞു പോകും തോറും പല വ്യക്തികളുടെയും സാഹചര്യങ്ങളുടെയും ഒക്കെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങി. ചില കാര്യങ്ങൾ ആവർത്തിക്കുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി. ഓരോ കാര്യവും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എടുത്തു വയ്ക്കുന്നത് അല്ലെങ്കിൽ പേഴ്സണലി എടുക്കുന്നതൊക്കെ നിങ്ങൾ അവസാനിപ്പിച്ചു. നിങ്ങളുടെ ചുറ്റും നിന്നിരുന്ന എല്ലാവരും നിങ്ങളെപ്പോലെ സത്യസന്ധമായോ അല്ലെങ്കിൽ കരുതലോടെയോ ഒരേ രീതിയിൽ ചിന്തിക്കുന്നവരല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഉണ്ട്. ഇവിടെ കാർഡ്സ് പറയുന്നത് നിങ്ങളുടെ എനർജി മാറിയിരിക്കുന്നു എന്നാണ്. പഴയ രീതിയിൽ പ്രതികരിക്കുന്നില്ല എന്നാണ്. നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന എല്ലാ വ്യക്തികളും നിഷ്കളങ്കമായ ഹൃദയമുള്ളവരല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കി. നിങ്ങളുടെ ചുറ്റും നിന്ന പല വ്യക്തികളും നല്ല ഉദ്ദേശത്തോടെ അല്ല നിങ്ങളെ സമീപിക്കുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു. അതോടെ നിങ്ങൾ കൂടുതൽ ജാഗ്രതയുള്ളവരായതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ആളുകളുടെ വാക്കുകളല്ല, അവരുടെ പ്രവർത്തികളാണ് സത്യം പറയുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കി. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ, നിങ്ങൾക്ക് ഒരുപാട് ഇൻറ്റ്യൂഷൻ ലഭിച്ചിരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരിക്കലും ഇപ്പോഴും ലഭിക്കുന്നുണ്ടാകാം. കാരണം നിങ്ങൾക്കൊരു ഇൻറ്റ്യൂട്ടീവ് പവറുള്ള വ്യക്തികളാണ് നിങ്ങൾ. അങ്ങനെ ഒരു ഇൻറ്റ്യൂഷൻ ലഭിച്ചതിനെയൊക്കെയും നിങ്ങൾ അവഗണിച്ച സമയങ്ങളുണ്ടായിരുന്നു. എന്നാൽ അവയെ ഒക്കെ കേൾക്കാനായിട്ട്, മനസ്സിലാക്കാനായിട്ട്, അതിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചതായിട്ട് അല്ലെങ്കിൽ തുടങ്ങിയതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഏത് വ്യക്തികളിൽ നിന്നും അകലം പാലിക്കണം എന്ന് നിങ്ങൾക്ക് ഈ ഒരു നിമിഷം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ആ മെച്യൂറായിട്ടുള്ള ആ ഒരു തീരുമാനങ്ങൾ തന്നെയാണ് ഇന്ന് നിങ്ങളുടെ സമാധാനത്തെ കാത്തു സൂക്ഷിക്കുന്നത്. ഇനി നിങ്ങളുടെ എനർജി എവിടേക്ക് നൽകണമെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു തിരിച്ചറിവുണ്ട്. ഒരു കാലത്ത് നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ മുൻപിൽ നിങ്ങളെ തന്നെ യാതൊരു കാര്യവുമില്ലാതെ നിരന്തരമായിട്ട് വിശദീകരിക്കേണ്ടി വന്നിരുന്നു.
അവർ നിങ്ങളെ മനസ്സിലാക്കണമെന്ന് നിങ്ങൾ അതിയായി ആഗ്രഹിച്ചിരുന്നു. ഓരോ തെറ്റിദ്ധാരണയും മാറാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം നിങ്ങൾ ചെയ്തിരുന്നു. തെറ്റിദ്ധാരണകൾ മാറ്റാനായിട്ട് നിങ്ങൾ ശ്രമിച്ചിരുന്നു. ഈ ഒരു ബന്ധം നിലനിർത്താനായിട്ട് നിങ്ങൾ പരമാവധി ശ്രമിച്ചിരുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ഒടുവിൽ അതെല്ലാം നിങ്ങളെ മാനസികമായിട്ട് തളർത്തിയത് മാത്രമേ ഉള്ളൂ. കാലക്രമേണ നിങ്ങൾ ചില സത്യങ്ങളും തിരിച്ചറിഞ്ഞു. അതായത് എല്ലാവരും സമാധാനം ആഗ്രഹിക്കുന്നില്ല. ചിലർ തർക്കത്തിലൂടെ നിങ്ങളിലെ കൺട്രോൾ നേടാനാണ് ശ്രമിച്ചിരുന്നത്. ചിലർ നിങ്ങളുടെ പ്രതികരണമാണ് തേടിയിരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും നിങ്ങൾ നിശബ്ദത തിരഞ്ഞെടുക്കുന്നത്. എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കി. നിങ്ങളുടെ എനർജിയും സമാധാനം സംരക്ഷിക്കുന്നതിനാണ് നിങ്ങൾ ഇപ്പോൾ മുൻഗണന നൽകുന്നത്. നിങ്ങളുടെ ഈ ഒരു നിശബ്ദത അല്ലെങ്കിൽ ഈ ഒരു സൈലൻസ് തന്നെയാണ് നിങ്ങളുടെ ശക്തി. ഈ എനർജിയാണ് സാഹചര്യങ്ങളെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഇനി മാറ്റാൻ പോകുന്നത്. നിങ്ങൾ ശരിയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗമാണ് ശരി എന്ന് തെളിയിക്കാനായിട്ട് നിങ്ങൾ ഒരിക്കലും ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിരുന്നു. അത് അവരെ മനസ്സിലാക്കിപ്പിക്കാനായിട്ട് നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിരുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ശരിയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ട്, നിങ്ങളാണ് ശരി എന്ന് തെളിയിക്കുന്നതിനുള്ള ശ്രമം നിങ്ങൾ നിർത്തിയതായിട്ട് കാണാം. അത് അവസാനിപ്പിച്ച ആ ഒരു നിമിഷം മുതൽ കാര്യങ്ങൾ മാറി തുടങ്ങി. നിങ്ങൾ വീണ്ടും പഴയതുപോലെ അവരോട് എല്ലാം പറയുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നതായിട്ട് കാണാം. അവരുടെ ഓരോ വാക്കിനും നിങ്ങൾ വീണ്ടും പഴയതുപോലെ റിയാക്ഷൻ നൽകുമെന്നും നിങ്ങളെക്കുറിച്ച് അവർ പറയുന്ന ഓരോ ആരോപണങ്ങൾക്കും മറുപടി നൽകുമെന്നും നിങ്ങളെ മറ്റുള്ളവരുടെ മുൻപിൽ മോശമാക്കാമെന്നും എന്നൊക്കെ അവർ കരുതിയിരുന്നു. നിങ്ങളുടെ എനർജിയും സമയവും ഒക്കെ വീണ്ടും ഏത് സമയത്തും അവർക്ക് ലഭിക്കുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. പക്ഷേ നിങ്ങൾ മറ്റൊരു വഴിയാണ് തിരഞ്ഞെടുത്തത്. നിങ്ങൾ നിശബ്ദതയാണ് മറുപടിയാക്കിയത്. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ നിന്നും നിങ്ങൾ അകന്നു നിന്നതായിട്ട് ഇവിടെ കാണാം. നിങ്ങളെ തന്നെ ന്യായീകരിക്കുന്നത് നിങ്ങൾ അവസാനിപ്പിച്ചു. നിങ്ങളുടെ മനസമാധാനത്തിന് നിങ്ങളിപ്പോൾ കൂടുതൽ വില നൽകുന്നത് എന്നിവിടെ കാണാം. നിങ്ങളിലെ ഈ ഒരു മാറ്റം അവരൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ നിങ്ങളെ കാണുന്നത് വളരെയധികം ആശ്ചര്യത്തോടെയാണ്. അതുപോലെ അവർ കൺഫ്യൂസ്ഡ് ആണ്. നിങ്ങളെ വളരെ കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു ആശയക്കുഴപ്പത്തോടു കൂടിയാണ് അവർ നിങ്ങളെ നോക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ എനർജി വളരെ വിലപ്പെട്ടതാണ്. നിങ്ങളുടെ സമയം അതിലേറെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവിടേക്ക് പ്രവേശനം നൽകേണ്ട ബാധ്യത നിങ്ങൾക്കില്ല. മെച്യൂരിറ്റി ഉള്ള ആൾക്കാർ നിങ്ങളുടെ ബൗണ്ടറീസിനെ റെസ്പെക്റ്റ് ചെയ്യും, നിങ്ങളുടെ തീരുമാനങ്ങളെ ബഹുമാനിക്കും. അനാവശ്യമായിട്ടുള്ള വാശിയോ തർക്കങ്ങളോ ഒന്നുമില്ലാതെ തന്നെ അവർ മുന്നോട്ട് പോകും. അതാണ് യഥാർത്ഥ ഇമോഷണൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ അത് നിങ്ങൾക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവണം. പക്ഷെ ചിലർ നിങ്ങളുടെ നിശബ്ദത ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അവർക്കത് അംഗീകരിക്കാനും ബുദ്ധിമുട്ടാണ്. നിങ്ങൾ വീണ്ടും തർക്കിക്കുമെന്നും പ്രതികരിക്കുമെന്നും ഒക്കെ അവർ പ്രതീക്ഷിച്ചിരുന്നു. നിങ്ങൾ അവർക്ക് വീണ്ടും അവസരങ്ങൾ നൽകുമെന്നുമാണ് അവർ കരുതിയിരുന്നത്. നിങ്ങളുടെ നിശബ്ദത അവരെ ഒരുപാട് നിരാശയിലാക്കിയതായിട്ട് അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആക്കിയതായിട്ട് ഇവിടെ കാണാം. അവരുടെ ഒരുപാട് പ്രതീക്ഷകളെ തകർത്ത് കളഞ്ഞു. നിങ്ങളിലുണ്ടായിരുന്ന അവരുടെ ആ ഒരു കൺട്രോളിനെ പോലും തകർത്തതായിട്ടുള്ള ഒരു ഫീലിംഗ് അവരിൽ ഉണ്ടാകുന്നുണ്ട്. കാരണം ചിലപ്പോൾ ഏറ്റവും ശക്തമായിട്ടുള്ള മറുപടി വാക്കുകളിലൂടെ അല്ല ഉണ്ടാവുന്നത്. ചിലപ്പോഴൊക്കെ അത് നിശബ്ദതയിലൂടെയാണ് ഉണ്ടാകുന്നത്. ഇവിടെ കാണുന്നത് നിങ്ങളുടെ സമാധാനത്തെ നിങ്ങൾ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ്. നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ട് അവർ നടത്തുന്ന ഓരോ ചെറിയ ചെറിയ ശ്രമങ്ങളെപ്പോലും നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ പരോക്ഷമായിട്ടുള്ള വാക്കുകളും അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ഡ്രാമാസും പഴയ രീതികൾ വീണ്ടും ആവർത്തിക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും അതിൽ പങ്കാളികളാവാനോ ഒരു റിയാക്ഷൻ കൊടുക്കാനോ ഇമോഷണലി റിയാക്ട് ചെയ്യാനോ ഒന്നും തന്നെ നിങ്ങൾക്ക് താല്പര്യവുമില്ല, നിങ്ങൾ പോവുകയുമില്ല. നിങ്ങളുടെ മനസ്സമാധാനം ഇനി മറ്റൊരാളുടെ കൈകളിൽ ഏൽപ്പിക്കില്ല എന്ന് നിങ്ങൾ ഒരുപാട് മുൻപേ തന്നെ തീരുമാനിച്ചതായിട്ട് എനിക്കിവിടെ കാണുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലും അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലും ഫോക്കസ് ചെയ്തു എന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എനർജിയും സമാധാനവും ഇന്ന് നിങ്ങളുടെ കൈകളിലുണ്ട്. അതുപോലെ തന്നെ പ്രതികരണം കൊടുക്കണമോ വേണ്ടയോ, പ്രതികരിക്കണോ വേണ്ടയോ എന്നുള്ളത് എല്ലായ്പ്പോഴും നമ്മളുടെ ചോയ്സാണ്, അല്ലേ? എല്ലാ സന്ദേശങ്ങൾക്കും നമ്മൾക്ക് മറുപടി നൽകേണ്ടതില്ല. നമ്മൾ ഫോണിൽ വരുന്ന എല്ലാ മെസ്സേജസിനും നമ്മൾ റിപ്ലൈ ചെയ്യാറുണ്ടോ? ഇല്ല. ചില ആൾക്കാർക്ക് നമ്മൾ റിപ്ലൈ കൊടുക്കാറില്ല. അതുപോലെ തന്നെ
ഇപ്പോൾ ഒരു കമ്പനി മെസ്സേജ് വന്നാൽ നമ്മൾ റിപ്ലൈ കൊടുക്കാറുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ എല്ലാ അഭിപ്രായങ്ങൾക്കും പ്രാധാന്യം നൽകേണ്ടതില്ല. അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ഒരു നല്ല വ്യക്തിക്കുള്ളതുപോലെ ഒരു ടോക്സിക് ആയിട്ടുള്ള വ്യക്തിക്കുമുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം. അവരുടെ ലെവലിൽ നിന്നേ അഭിപ്രായം, അവരുടെ ആ ഒരു സ്വാതന്ത്ര്യം അവർ കാണിക്കുകയുള്ളൂ, അല്ലേ? അവരുടെ അഭിപ്രായം അവർ പറയുകയുള്ളൂ. അവരുടെ ഉള്ളിലുള്ള ഇൻസെക്യൂരിറ്റി അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ നിന്നുള്ള അവരെങ്ങനെയാണ് അതിനനുസരിച്ചായിരിക്കും അവരുടെ അഭിപ്രായങ്ങളും അവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു അഭിപ്രായങ്ങൾക്ക് എല്ലാ അഭിപ്രായങ്ങൾക്കും പ്രാധാന്യം കൊടുക്കേണ്ടതൊന്നുമില്ല. അതുപോലെ എല്ലാ തർക്കങ്ങളിലും നിങ്ങൾ ഏർപ്പെടേണ്ടതുമില്ല. ഇതൊക്കെ നമ്മളുടെ ചോയ്സാണ്. ഏറ്റവും വലിയ ജ്ഞാനം എന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ നിശബ്ദതയാണ്. ചിലപ്പോൾ അകലം പാലിക്കുന്നതാണ് ഏറ്റവും നല്ല നമുക്ക് മനസ്സമാധാനം നൽകുന്ന ഒരു കാര്യം. ചിലപ്പോൾ അവിടെ നിന്നും അകന്നു പോകുന്നതാണ്, ആ ഒരു സ്ഥലത്ത് നിന്നേ പോകുന്നതാണ് യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത്. പാടായിരിക്കാം, ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നാം, പക്ഷെ നിങ്ങൾ ലഭിക്കാൻ പോകുന്ന ആ ഒരു സമാധാനം എന്ന് പറയുന്നത് വലുതാണ്. നിങ്ങൾ തന്നെ ചിന്തിക്കും, അവിടെ നിന്നിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെയൊന്നും മാറാൻ കഴിയില്ലായിരുന്നു, എനിക്ക് ഇത്രയും സമാധാനം ലഭിക്കില്ലായിരുന്നു എന്ന്. നിങ്ങളുടെ മനസ്സമാധാനമാണ് അവർക്കുള്ള ഏറ്റവും വലിയ മറുപടിയായിട്ട് എനിക്കിവിടെ കാണുന്നത്. ഇപ്പോൾ ഇത് നിങ്ങളിൽ പലരും മനസ്സിലാക്കിയിട്ടുമുണ്ട്. ഈ ഒരു ജേണി, ഈ ഒരു ലൈഫ് ജേണിയിൽ നിങ്ങളുടെ സോള് വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതോടൊപ്പം നിങ്ങളുടെ ആത്മവിശ്വാസവും ഒരുപാട് വർദ്ധിച്ചതായിട്ട് എനിക്കിവിടെ കാണാം. പല ആളുകളുടെയും സാഹചര്യങ്ങളുടെയും ഒക്കെ ശരിയായിട്ടുള്ള സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബൗണ്ടറീസ് എങ്ങനെ വെക്കണം എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സമാധാനമാണ് ഏറ്റവും വലുതെന്ന് നിങ്ങൾ മനസ്സിലാക്കി. നിങ്ങളുടെ ചിന്തകൾ വളരെ തെളിമയുള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്താണെന്ന് വ്യക്തമായതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു പുതിയ എനർജിയാണ് നിങ്ങളുടെ ഭാവിയിലേക്കുള്ള വാതിലുകൾ നിങ്ങൾക്കായിട്ട് ഇവിടെ തുറക്കുന്നത് എന്ന് കാണാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മറ്റുള്ളവരുടെ ഇമോഷൻസിൻ്റെ ഉത്തരവാദിത്വം നിങ്ങളുടേതല്ല. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുകയോ അല്ലെങ്കിൽ എല്ലാവരെയും മാറ്റുകയോ ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമല്ല. എന്നാൽ നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളുടെ മനസ്സമാധാനം സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളിൽ ഹീലിംഗ് കൊണ്ടുവരേണ്ടത് അല്ലെങ്കിൽ നിങ്ങളെ ഹീല് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഈ ഒരു തിരിച്ചറിവ് തന്നെയാണ് നിങ്ങൾക്കിന്ന് യഥാർത്ഥ സ്വാതന്ത്ര്യം നൽകിയത്. ഈ ഒരു സ്വാതന്ത്ര്യം തന്നെയാണ് നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകിയത്. ഈ ഒരു ആത്മവിശ്വാസം തന്നെയാണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചത്. പലപ്പോഴും എല്ലാവർക്കും നിങ്ങളുടെ ബൗണ്ടറീസ് മനസ്സിലാകണമെന്നില്ല. നിങ്ങളുടെ നിശബ്ദതയെ ചിലർ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചേക്കാം. ചിലർ അവരുടെ മനസ്സിൽ പല കഥകളും സൃഷ്ടിച്ചേക്കാം. ചിലർ നിങ്ങളുടെ അഹങ്കാരമായിട്ടോ അല്ലെങ്കിൽ അവഗണനയായിട്ടോ ഒക്കെ അവർക്ക് തോന്നുന്ന രീതിയിലൊക്കെ ഇതിനെ വ്യാഖ്യാനിച്ചേക്കാം. എന്നാൽ അത് അവരുടെ കാര്യമാണ്, അവരുടെ ലൈഫ് ജേണിയാണ്, അവരുടെ കാര്യങ്ങളാണ്, അവരുടെ ചിന്തകളാണ്, നിങ്ങളുടേതല്ല. മറ്റുള്ളവരുടെ ചിന്തകളെയോ അല്ലെങ്കിൽ അവരുടെ റിയാക്ഷനെയോ ഒന്നും തന്നെ നിങ്ങൾക്ക് നിയന്ത്രിക്കാനാവില്ല. പക്ഷെ നിങ്ങളുടെ മനസ്സിനെയും തീരുമാനങ്ങളെയും നിങ്ങളുടെ എനർജിയെയും നിങ്ങൾക്ക് സംരക്ഷിക്കാനാകും. ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് മുന്നോട്ടുള്ള യാത്ര തുടരാനാണ്. അതുപോലെ നിങ്ങളുടെ മനസ്സമാധാനം സംരക്ഷിക്കുക, നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ നിങ്ങൾ വിശ്വസിക്കുക, ഹെൽത്തി ആയിട്ടുള്ള ബന്ധങ്ങളെ മാത്രം നിങ്ങൾ സ്വീകരിക്കുക, നിങ്ങളുടെ ദൗത്യത്തിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക, നിങ്ങളിൽ തന്നെ ആ ഒരു എനർജിയും സമയവും എല്ലാം നിങ്ങൾ നിക്ഷേപിക്കുക. അനാവശ്യമായിട്ട് തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക, അതിൽ നിന്നെല്ലാം മാറി നിൽക്കുക. കാരണം നിങ്ങൾക്ക് നടക്കേണ്ടത് മുന്നോട്ടാണ്, അല്ലാതെ പിന്നോട്ടല്ല. ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് ഈ ഒരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സമാധാനത്തിലേക്കും നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ ഒരു അനുഗ്രഹങ്ങളിലേക്കും ഒക്കെ എത്തിക്കുമെന്ന് തന്നെയാണ്. സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.